പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകനായ വിശുദ്ധ യോസേപ്പിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ പരിപാലന തലമുറകളോളം നീണ്ടു നിന്നു. ശ്രദ്ധാപൂർവമായ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അദ്ദേഹത്തെ തിരുസഭയുടെ തന്നെ സംരക്ഷകനാക്കി മാറ്റി. വിശുദ്ധ യോസേപ്പിൻ്റെ ശുശ്രൂഷകളെ ഇത്രയും മഹത്തരമാക്കുന്നത് ഉന്നതമായ സ്നേഹത്താൽ പ്രേരിതനായി അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ്. വിശുദ്ധ യോസേപ്പിനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷ ഒരാദർശമായിരുന്നില്ല, അനുദിന ജീവിത ചട്ടങ്ങളിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹം ദിവ്യശിശുവിനെ വേണ്ടി പിറക്കുവാൻ ഒരിടം കണ്ടുപിടിക്കുവാനായി നടന്നു. ഈജിപ്തിലേക്ക് ശിശുവിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി രാത്രിയിൽ തന്നെ യാത്രയായി. ജെറുസലേമിൽ ബാലനായ യേശുവിനെ കാണാതായപ്പോൾ തിരിച്ച് ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു. അറിയപ്പെടാത്ത ഈജിപ്ത് ദേശത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കുടുംബം പോറ്റി. ഇങ്ങനെ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ജീവിതം മുഴുവൻ ശുശ്രൂഷയുടേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ സന്നദ്ധതയിൽ നിന്നാണ് സംരക്ഷിക്കുവാനുള്ള ജാഗ്രത ജന്മം കൊള്ളുന്നത്. അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിച്ച് മറ്റ് കാര്യങ്ങളിൽ ചിന്തിച്ച് സമയം കളയാതെ പെട്ടെന്ന് ചോദ്യങ്ങളില്ലാതെ അനുസരിക്കുന്ന വിശുദ്ധ യോസേപ്പിതാവ് നമ്മുടെ ജീവിതത്തിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ തീഷ്ണതയോടെ വിശ്വസ്തയോടെ നിറവേറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ശക്തിക്കായി നമുക്ക് യോസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥ അപേക്ഷിക്കാം.